ചൂടിനെ തണുപ്പിക്കാനാണോ എന്നറിയില്ല. ഇന്നലെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചൂട് കൂടിയതെന്ന് തോന്നുന്നു. രാവിലെ എണീറ്റ് പോയി ഞാൻ ചെന്ന് നോക്കിയത് ഇന്നലെ നട്ടിട്ടുള്ള മുളകിൻ്റെ അടുത്താണ് കേട്ടോ. പക്ഷേങ്കിൽ അതിനൊന്നും പറ്റിയിട്ടില്ല. ചെറിയ മഴയായിരുന്നു പെയ്തതെന്ന് തോന്നുന്നു. ഇന്ന് ചായക്ക് നല്ല അവിലൊക്കെ കൂട്ടി അരച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇന്നലെ ചോറില്ലാത്തത് കാരണം ഞാൻ വെള്ള അവിൽ കൂട്ടിയിട്ടാണ് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടി കേട്ടോ. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് തേങ്ങേൻ്റെ ലഭ്യതക്കുറവ് കാരണം തക്കാളി ചട്നിയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ സ്ഥിരമായിട്ട് ആക്കാറ്. അങ്ങനെ ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് ഡ്യൂട്ടിക്ക് പോകാനൊക്കെ സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു തട്ടിലുള്ള ഇഡ്ഡലി ആയിട്ടുണ്ട്. പിന്നെ പണി എന്ന് പറയുന്നത് ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും മുളകും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഇഡ്ഡലി ആയിരുന്നു. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചായ കുടിക്കണം. ഞങ്ങളെല്ലാവരും ഇപ്പം ഒരുമിച്ചാണ് ചായ കുടിക്കാറ്. ചായയും കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ 8:30 ആവും. അത് കഴിഞ്ഞ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ.